രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയണം. അള്ള തന്ന കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം, കൈകാലുകൾ സൂക്ഷിക്കണം, ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കണം. ഇന്നത്തെ തലമുറ എങ്ങോട്ടാ പോകുന്നത്? അതെവിടത്തേക്കാ മുസ്ലിമേ ഈ കുതിച്ചു ചാട്ടം? ഗൾഫിന്റെ പണം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തപ്പോൾ, വീടുകളിലെ പട്ടിണിയൊക്കെ മാറിയപ്പോൾ, രാപ്പകൽ ഭേദമില്ലാതെ മുസ്ലിം ചെറുപ്പക്കാര് തൊഴിലിന് വേണ്ടി ഇറങ്ങിയപ്പോൾ, പണം കിട്ടിയപ്പോൾ, രാത്രികളിൽ ഉറക്കമിളച്ചുകൊണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് 10,000 കയ്യിൽ വന്നപ്പോൾ, അത് നൽകിയ റബ്ബിനെ ചോദ്യം ചെയ്യാനല്ലേ മെനക്കെടുന്നത്? ആ റബ്ബിനെ ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത്? റബ്ബ് നൽകിയ പണം കൊണ്ട് മൊബൈൽ വാങ്ങുന്നു, TV സംഘടിപ്പിക്കുന്നു, നെറ്റ് സൗകര്യമുണ്ടാക്കുന്നു, ലാപ്ടോപ്പ് വാങ്ങുന്നു, കമ്പ്യൂട്ടർ വാങ്ങുന്നു. എന്നിട്ടത് അതൊന്നും അള്ള നിഷിദ്ധമാക്കിയ സംഗതികളല്ല. പക്ഷേ ആ അനുഗ്രഹങ്ങളൊക്കെ അത് നൽകിയ റബ്ബിന്റെ നേരെ ഏറ്റവും വലിയ ധിക്കാരം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരികളെ, എങ്ങോട്ടാ ഈ സമുദായം കുതിച്ചു ചാടുന്നത്? 13, 14, 15 വയസ്സുള്ള പ്രായപൂർത്തിയോടടുത്ത്, പ്രായപൂർത്തിയായിട്ട് അധിക നാളായിട്ടില്ലാത്ത തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളതാ കോഴിക്കോട് ജില്ലയിലതാ സെക്സ് റാക്കറ്റിന്റെ പിടിയിൽപ്പെട്ടു എന്ന് മാസങ്ങളൊന്നുമായിട്ടില്ലല്ലോ ആ വാർത്ത നമ്മൾ കേൾക്കാനും വായിക്കാനും തുടങ്ങിയിട്ട്. എന്തേ മുസ്ലിമേ ഈ സമുദായത്തിന്റെ മെമ്പർമാർ ഇങ്ങനെയായി? ഇത്ര ഉത്ബോധനം നടക്കുന്ന ഒരു മതവിഭാഗം വേറെയുണ്ടോ? എത്രയെത്ര ക്ലാസുകളാണ്, ഖുതുബകളാണ്, സംവാദങ്ങളാണ്, വാദപ്രതിവാദങ്ങളാണ്, ഖണ്ഡനങ്ങളാണ്, പ്രഭാഷണങ്ങളാണ്. പക്ഷേ അതൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ല, പഠിക്കാൻ തയ്യാറല്ല. പടച്ച റബ്ബിനെ ചോദ്യം ചെയ്യുകയാണ്. ഇൽമില്ല, വിവരമില്ല. അള്ളാനെ കുറിച്ച് ബാപ്പാക്കൊന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാപ്പക്കറിയണ്ടേ? ബാപ്പ പഠിച്ചിട്ടില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല. അതേ കാശിഷ്ടം പോലെ അയച്ചു കൊടുത്തു, മൊബൈൽ വാങ്ങി സംവിധാനങ്ങളായി, ഭാര്യയെ തനിച്ച് വീട്ടിലാക്കി, പെൺമക്കൾ സ്കൂളിലേക്ക് പോയി, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു, അവധി ദിനത്തിൽ ടൂറുണ്ടെന്ന് കള്ളം പറഞ്ഞു. അതേ കാമുകന്മാരായി വരുന്ന പൂവാലന്മാരുടെ മുമ്പിലേക്ക് മുസ്ലിം പെൺകുട്ടികളെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾ, നിങ്ങൾ പ്രസവിച്ച ഈ പെൺമക്കൾ എങ്ങനെ ഈ 15-കാരി, 13-കാരി, 14-കാരി ആത്മഹത്യ ചെയ്യുന്നു? എന്തേ തൂങ്ങി മരിക്കാൻ കാരണം? ആ പെൺകുട്ടിയുടെ നഗ്ന ശരീരം അവന്റെ കൂടെ പഠിക്കുന്നവര് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കൂടെ കിടപ്പറ പങ്കിടുന്നത് മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് ആ പെണ്ണിനോട് പറയുന്നത്, ഞാൻ വിളിച്ചയിടത്ത് സ്ഥിരം വന്നോളണം, ഞാൻ പറഞ്ഞവരുടെ കൂടെ കിടന്നോളണം, അതല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ മുഴുവനും ഞങ്ങൾ യൂട്യൂബിലിടും, വാട്സപ്പിലിടും, ഫേസ്ബുക്കിലിടും, അങ്ങനെ നിന്നെ നാട്ടിക്കും എന്ന് പറയുമ്പോ ഈ പെൺകുട്ടികൾ ഇതാ വിളിച്ചയിടത്ത് ഇറങ്ങിച്ചെല്ലുന്നു. പ്രകാശന്റെ കൂടെ, ജോസഫിന്റെ കൂടെ, മമ്മദിന്റെ കൂടെ, ബക്കറിന്റെ കൂടെ കറങ്ങുകയാണ്. ലോഡ്ജ് മുറികളിലൂടെ, ഹോട്ടലുകളിലൂടെ, ബീച്ചുകളിലൂടെ, പാർക്കുകളിലൂടെ കറങ്ങുകയാണ്. എന്നിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒരു കയറിൽ തൂങ്ങി അല്ലെങ്കിൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്തേ ഉമ്മമാരെ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ അവിടെ വായിക്കാൻ കിട്ടിയ ഒരു മാഗസിനിലതാ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നടന്ന പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന 13, 14, 15 ഒക്കെ പ്രായമുള്ള പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളതാ സെക്സ് റാക്കറ്റിന്റെ പിടിയിലകപ്പെട്ട ഇളം മാംസ വിൽപ്പനക്ക് കേരളത്തിൽ മാർക്കറ്റ് കൂടുന്നു എന്ന തലക്കെട്ടോടെ ഒരു വാർത്ത വായിച്ചപ്പോൾ ആത്മഹത്യ ചെയ്ത നമ്മെപ്പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താരാട്ട് കേട്ട് പഠിച്ച ഒരു മുസ്ലിം പെൺകുട്ടി ആത്മഹത്യയുടെ നേരത്തെ എഴുതി വച്ചിരിക്കുന്ന കുറിപ്പ് കാണണോ? എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ,
മനസ്സുണ്ടായിട്ടല്ല ഞാൻ ഈ പണി ചെയ്യുന്നത്, മനസ്സുണ്ടായിട്ടല്ല. എനിക്ക് ദുആ ചെയ്യണേ, എനിക്ക് ഖബർ ശിക്ഷയില്ലാതാകാൻ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന ആത്മഹത്യാ കുറിപ്പ് പൊന്നുമോള് എഴുതി വെച്ചു. ആരാ ഇതിന് കാരണക്കാരായത്? എന്തേ ഇങ്ങനെ ആയത്? അങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പെഴുതാൻ എന്തേ സഹോദരന്മാരെ നിമിത്തമായത്? നമ്മൾ ആലോചിച്ചു നോക്കണം. ഈ പെണ്ണിന്റെ നഗ്നമേനി എങ്ങനെ ഈ കാമുകന്റെ കയ്യിൽ കിട്ടി? ഇവൾ കിടന്നു കൊടുത്തതല്ലേ? ഇവൾ അവളുടെ മാറ് കാണിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതല്ലേ? അടിവയറ് കാണിച്ച് പോസ്റ്റ് ചെയ്തതല്ലേ? ശരീരം തുറന്നിട്ടുകൊണ്ട് അന്യ ആൺകുട്ടികൾക്ക് പോസ്റ്റ് ചെയ്തിട്ടല്ലേ ആ ഫോട്ടോ ഈ കാബാലികന്മാരുടെ കയ്യിൽ കിട്ടിയത്? വെറുതെ കിട്ടിയതല്ലല്ലോ, നിന്നുകൊടുത്തതല്ലേ നമ്മുടെ പൊന്നുമോള്, നിന്നുകൊടുത്തതല്ലേ നമ്മുടെ പൊന്നുമക്കൾ. എന്തേ ഈ കുട്ടികൾ ഇങ്ങനെയായത്? അതാ ഉമ്മമാരെ പഠിച്ചു വെച്ചോ. അള്ള പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം അത് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് തീരുന്നില്ല, ഭക്ഷണം കൊണ്ട് തീരുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണേ, വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും കാത്തുകൊള്ളണേ, നാറാ, നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ, വഖൂദുഹന്നാസ്, അതിൽ കത്തിക്കുന്ന വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ് കേട്ടോ. അത് പരലോകത്തെത്തിയിട്ടല്ല വേണ്ടത് ചെയ്യേണ്ടത്, നരകം കാണുന്ന നേരത്ത് ചെയ്യാനുള്ള കൽപ്പനയല്ല, ദുനിയാവിൽ എത്തി ചെയ്യണേ. ഈ മോൾക്കത് പറഞ്ഞു കൊടുക്കാൻ ഉമ്മാ നേരമുണ്ടായില്ല അല്ലേ? ഉപ്പാ നിങ്ങൾക്ക് നേരമുണ്ടായില്ല അല്ലേ? എന്നാലോ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തു, ഫോണ് കൊടുത്തു, നെറ്റ് കൊടുത്തു, ലാപ്ടോപ്പ് കൊടുത്തു, സൗകര്യങ്ങളൊക്കെ കൊടുത്തു, ഇഷ്ടം പോലെ പണം കൊടുത്തു, ഇറുകിയ ചുരിദാറും ഡ്രസ്സുമൊക്കെ വാങ്ങിക്കൊടുത്തു, മാംസള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. അതേ പാതിരാത്രി കഴിഞ്ഞിട്ടും തലയണക്കിടയിൽ നിന്ന് നേരം വെളുക്കുവോളം ഒരു പെൺകുട്ടി ഇങ്ങനെ പിറുപിറുക്കുന്നത് കേട്ട രക്ഷിതാവ് അതേ തെറ്റിദ്ധരിക്കുകയാണ്, പെണ്ണിനെന്തോ കൂടിയിരിക്കുകയാണെന്ന് വിചാരിച്ച്. പക്ഷേ നോക്കുമ്പോ പുതപ്പിനടിയിൽ കിടന്ന് പെണ്ണ് പിറുപിറുക്കുകയല്ല, ഉമ്മയുടെ കണ്ണ് വെട്ടിച്ച്, ഉപ്പയുടെ കണ്ണ് വെട്ടിച്ച്, ആ ഉപ്പ വാങ്ങിക്കൊടുത്ത മൊബൈലിൽ നേരം പുലരുവോളം അന്യ ആണുങ്ങളോട് കൊഞ്ചിക്കുഴയുന്ന പെണ്ണേ. ആരാണിതിന് ഉത്തരവാദി? ഇന്നൊരുത്തന്റെ മോളാണെങ്കിൽ നാളെ ആ സ്ഥാനത്ത് നമ്മളുടെയൊക്കെ മക്കളാണ് പോകുന്നതെങ്കിലോ? പൊന്നുമക്കളെ, രക്ഷിതാക്കളെ, പടച്ചറപ്പിന്റെ ദീന് പഠിപ്പിച്ചോ. സ്കൂളുകളിലേക്ക് മാത്രം വിട്ടാൽ പോരാ, കോളേജുകളിലേക്ക് മാത്രം വിട്ടാൽ പോരാ. നിങ്ങൾക്കറിയാം